ഇപ്പൊ എന്നെ പോലെ വളഞ്ഞു കുത്തിയൊക്കെയാണ് കിടക്കുന്നെങ്കിൽ എന്തായാലും പിന്നീട് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ബേസിക്കലി ഭാവിയിൽ 25 years എക്സ്പീരിയൻസ് ഉണ്ട് ടീനയ്ക്ക് ഫിസിയോതെറാപ്പി അല്ലേ. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ നിത്യമായിട്ട് ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് ടീന കുറച്ച് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പരിഹാരം ആദ്യം കിടക്കുന്നത് തന്നെ അല്ലേ. ഞാൻ ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു കിടപ്പാണ് ഞാൻ ഇങ്ങനെ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ കുറച്ച് ഹൈറ്റ് പൊക്കമുള്ള ബെഡാണല്ലോ. പൊക്കമുള്ള ബെഡിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇതിലേക്ക് ഇങ്ങനെ ഫസ്റ്റ് ഇത് കയറി ഇരിക്കണം. അതിനുശേഷം കിടക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു സൈഡിലേക്ക് കിടക്കണം. ഓക്കെ, ഒരു സൈഡിലേക്ക് കിടന്നിട്ട് രണ്ട് കാലും നമ്മൾ എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ നേരെ വരേണ്ടത്. ചിലര് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മളിപ്പം കയറി കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുക ഇങ്ങനെ ആയിരിക്കും. അതെ അതെ, ആ പൊസിഷൻ അത് തെറ്റാണ്. നോർമലി ഒരാൾ വരിക, ഒന്ന് ഇങ്ങനെ അതെ ഇരിക്കുക, എന്നിട്ട് സൈഡ് പൈ അങ്ങനെയാണോ? അതെ അതെ, സൈഡിലേക്ക് കിടക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ. കാലെടുത്ത് വെക്കുക, ശേഷം നേരെ വരിക. അപ്പൊ ടീന നോർമലി ഇപ്പൊ ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് നിങ്ങൾ പില്ലോ ഉപയോഗിക്കുന്നു പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ സത്യാവസ്ഥ? അതായത് നമ്മൾ കഴുത്തിന്റെ ഇതിന് ഒരു സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു അത്. അതായത് ഈ പറഞ്ഞതുപോലെ പില്ലോ ഉപയോഗിക്കാതെ കിടക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അത് ട്രെൻഡ് അത് കുറച്ച് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ റിസർച്ചേഴ്സ് പറയുന്നത് പില്ലോ ഇല്ലാതെ കിടക്കുന്നതും ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് നമ്മൾ ഒരു സൈഡിലേക്ക് കിടക്കുമ്പോൾ. അതുകൊണ്ട് നമുക്ക് പില്ലോ ഉപയോഗിക്കാം, പക്ഷെ ആ പില്ലോയുടെ ഹൈറ്റ് കുറച്ച് കുറവായിരിക്കണം. അതായത് അതായത് 2-3 തലേണ ഉപയോഗിച്ച് കിടക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വലിയ പില്ലോ ഉപയോഗിച്ച് കിടക്കുന്നവരുണ്ടാവും. അതിന്റെ ഒരു ഹൈറ്റ് ഒരു 1 to 1.5 ഇഞ്ചില് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ കാലിങ്ങനെ മുട്ട് മടക്കി വെച്ച് കിടക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ. അതെ അതെ. അപ്പൊ അത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 പില്ലോ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇങ്ങനെ പില്ലോ ഉപയോഗിച്ചിട്ട് വെക്കാം അല്ലേ? അതെ അതെ. അതല്ല ഇനി സൈഡ് ലൈൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പില്ലോ നമ്മളിത് ഇവിടെ നമ്മളുടെ ബോഡിയുടെ സൈഡിൽ വെക്കുക. അങ്ങോട്ടേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഈ മുകളിൽ വരുന്ന കാല് നമ്മൾ മാക്സിമം ഇതിലേക്ക് മടക്കി വെക്കുക, പില്ലോയിലേക്ക് വെക്കുക. എന്നെ പോലെ വളഞ്ഞു കുത്തിയൊക്കെയാണ് കിടക്കുന്നെങ്കിൽ എന്തായാലും പിന്നീട് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ബേസിക്കലി ഭാവിയിൽ ഈ പറഞ്ഞ പോലെ അത് റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ആകുമ്പോൾ, റിപ്പീറ്റഡ് അബ്നോർമൽ മൂവ്മെന്റ്സ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കത് ഡിസ്കിനും ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരുത്താനായിട്ട് നമ്മൾ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മിക്കവരും പറയാറില്ലേ, ഇപ്പൊ നമ്മള് കിടപ്പ് ശരിയായില്ല, ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു മസിൽ സ്ട്രെയിൻ മുതൽ ഈ പറഞ്ഞതുപോലെ അത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് അത് ഡിസ്ക് ബൾജിലേക്ക് വരെ നമുക്ക് എത്തിക്കും.